ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്താണ്. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഇത്രയും നാളൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. മാൾട്ടയിൽ വിൻ്റർ ആകുന്ന സമയത്ത് എത്രയും പെട്ടെന്നൊന്ന് സമ്മർ ആയാൽ മതി എന്ന് വിചാരിച്ചപ്പോഴും ഇപ്പോൾ ഈ സമ്മർ ആയ സമയത്ത് എത്രയും പെട്ടെന്നൊന്ന് വിൻ്റർ ആയാൽ മതി എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ മെയിനായിട്ടുള്ള ഹോബി. ഈ മാസം അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. നെക്സ്റ്റ് മന്ത് ഫുള്ള് ക്ലാസ്സാണ്. അപ്പോൾ ഫുള്ള് തിരക്കുമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ട്രൈപോഡിൻ്റെ ആ ഒരു മുകളിൽ ഫോൺ വെക്കുന്ന ഹോൾഡർ ഒടിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നുമില്ല. പിന്നെ ഞാൻ ഹാൻഡ് ട്രൈപോഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കലൊക്കെ എടുത്തത്. പിന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ എന്താ പറയുക, കുറേ നാളായില്ലേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഒരു വീഡിയോയെങ്കിലും എടുത്തിടാം എന്ന വ്ലോഗ് പോലെ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ജസ്റ്റ് കുറേ പേര് കമൻറ്റൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോലി എന്തെങ്കിലും ആയോ? ജോലി ആവാറായില്ല കേട്ടോ. എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ ആവുന്നുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കാര്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊന്നും. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ മാൾട്ടയെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ വന്ന ഏജൻസി ഏതാണെന്ന് പറയുകയല്ലാതെ എനിക്ക് എന്താ പറയുക, കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ഇവിടുത്തെ റിലേറ്റഡ് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ എന്താണെന്ന് അറിയാൻ പാടില്ല, ഇത്തിരി നേരത്തെ എണീറ്റു. പിന്നെ സൂര്യനൊക്കെ ഞാൻ എണീക്കുന്നതിന് മുന്നേ എണീറ്റുകൊണ്ട് ഭയങ്കര വെളിച്ചമായിരിക്കും കേട്ടോ അകത്തോട്ട്. കൂടുതലായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാൾട്ടയിൽ വന്നതിന് ശേഷം ഒരുപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. സോഷ്യൽ മീഡിയ എനിക്ക് നേരത്തെ തുറന്നൊരു പുസ്തകം പോലെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴെന്നല്ല, കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ അത് ഞാൻ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് കേട്ടോ. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. എന്തായാലും ഇപ്പോൾ എന്താണെന്നറിയില്ല, സാധാരണ വിൻ്റർ സമയത്താണ് എൻ്റെ ചുണ്ടൊക്കെ നന്നായിട്ട് പൊട്ടാറ്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമല്ല, കുറച്ച് നാളായിട്ട് ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് വരഞ്ഞിങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വെള്ളം കുടിക്കുന്നതൊക്കെ കുറഞ്ഞിട്ടായിരിക്കാം. എങ്കിലും കുറച്ച് ലിപ് ബാമൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് എനിക്കിപ്പോൾ പള്ളിയിലൊന്നും പോകാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പള്ളി പോകാതിരുന്നെങ്കിൽ ഭയങ്കര മനസ്സമാധാനക്കേടാണ്. പിന്നെ ബൈബിള് നമ്മളിവിടെ വന്നപ്പോൾ മുതൽ ഓരോ അധ്യായം ഇങ്ങനെ വായിച്ചു തുടങ്ങിയതായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഓരോ അധ്യായം എന്തെങ്കിലും വായിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് റിലീഫൊക്കെ കിട്ടും. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സിനൊരു പ്രത്യേക ഒരു ഫീലാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ കൊയറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരെല്ലാവരും കൂടി ഓണാഘോഷമൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. പക്ഷേ അതിനൊന്നും പോകാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ മിക്കുവിനെ വിളിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അധികം സമാധാനം കിട്ടും. മിക്കുവിനെ വിളിച്ച് അങ്ങനെ കാണാൻ കിട്ടാൻ ഭയങ്കര കുറവാണ് കേട്ടോ. അവനെ വിളിച്ച് കൂടുതൽ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് നടക്കൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി ഹെഡ്സെറ്റ് വെച്ച് പാട്ട് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എവിടെ പുറത്തിറങ്ങിയാലും ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനക്കേട് പോലെയാണ് ഇപ്പോഴത്തെ ഫീലിംഗ്. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ബ്രേക്ക്ഫാസ്റ്റോടെയും കഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നേരത്തെ വീക്കിലി 2 ടൈംസോ ഒക്കെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഒന്നരാട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം താരനൊക്കെ കൂടുന്നുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താളി എടുത്ത് തേക്കുക, ഇഞ്ചിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് തേക്കുക, ഇഞ്ച വെള്ളത്തിലിട്ട് തേക്കുക എന്നൊക്കെയായിരുന്നു. ഇവിടെ വന്നേ പിന്നെയാണ് മുടി കൊഴിച്ചിലിനൊരു അറുതിയില്ലാതെ കഴിക്കണേ. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടി വന്നിട്ടും ആയിരിക്കാം നമുക്ക് ഇത്രയും മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു കേട്ടോ. മുടിയൊന്ന് കുറച്ച് വെട്ടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തത് ഒരു സെറാണ് കേട്ടോ. ഇത് മുടി കൊഴിച്ചിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറാണ്. പക്ഷേ മുടി കൊഴിച്ചിൽ നിൽക്കുമെന്നല്ല, നമ്മുടെ പുതിയ കുഞ്ഞു മുടികളൊക്കെ കിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കിളിക്കുന്നില്ല. മറ്റേ നമ്മുടെ നെറ്റിയുടെ അവിടെ എനിക്ക് മുടി കുറവാണ്. അതിങ്ങനെ കയറി പോയത്. പക്ഷെ അവിടെ ഇച്ചിരി കിളിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. എന്തായാലും റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനിയുള്ള വീഡിയോസ് എല്ലാം കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ. പക്ഷേ ഡ്രസ്സ് എന്തോ ഒരു ഇതിൽ അങ്ങ് സെയിം ആയി പോയതേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പണികളൊക്കെ ആയിട്ട് ഞാനൊരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കി ഇടാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ്സിൻ്റെ എല്ലാം കുഞ്ഞു ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു കുറച്ച് മടിയുണ്ടായിരുന്നേ. ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മൾ കുറേ ആലോചിച്ച് എടുക്കുന്ന തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രോങ് ആവും. അങ്ങനെ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവാൻ എനിക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യം വന്നു കേട്ടോ. ഒത്തിരി കമൻറ്റ്സ് കണ്ടിരുന്നു, പൈസയൊക്കെ ആയി പുറത്തൊക്കെ പോയി സെറ്റിലായപ്പോൾ കുറേ ലൈഫൊക്കെ വേണ്ടാന്ന് വെച്ചതായിരിക്കാം. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്.
ഇവിടെ വന്ന് സെറ്റിൽ ആവണതിന് മുമ്പ് ഒത്തിരി കാശൊക്കെ ഉണ്ടായി, കുറേ അടിച്ചു പൊളിച്ച് നടന്ന ഒരു കാലോടി ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പണ്ടൊക്കെ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയായിരുന്നു ഈ കൊച്ചിന് ഈ കരയാൻ മാത്രമേ നേരമുള്ളൂ, ഇതിങ്ങനെ കരഞ്ഞ് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന എന്നൊക്കെ. ഇപ്പം ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നോക്കിയപ്പോൾ അവൾ അഹങ്കാരിയായി, കാശായി. എന്തായാലും നമ്മളെല്ലാം സാഹചര്യമൊക്കെ അനുസരിച്ചാണ് മാറുള്ളൂ. അങ്ങനെ എല്ലാവരും പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരാളാൽ ചതിക്കപ്പെടുവാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് ഓരോ ചാൻസസ് കൊടുത്ത് പിന്നീടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരാളുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. കാട് കയറി പോകുന്നു. ദെൻ ബാക്ക് ടു അവർ ടോപ്പിക്. എന്ന് നമുക്ക് സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കണ്ടിന്യൂസ് നമ്മൾ ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വട്ടി പോകുന്നൊരു സാധനം കൂടിയാണ്. ഞാൻ അത്യാവശ്യം അത് വെയിറ്റൊക്കെ വെച്ച് വന്നായിരുന്നേ. പിന്നെ ഒരാഴ്ച കൊണ്ടായിരുന്നു ഒരു 6-7 കിലോ അങ്ങോട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോയത്. വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പ്രോസസ്സൊന്നും അല്ല കേട്ടോ. എത്ര കഴിച്ചാലും കഴിക്കാനുള്ള മനസ്സും വേണം, കഴിക്കുന്ന സാധനങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ നന്നായിട്ട് വണ്ണം വെക്കാനുള്ള സാധനങ്ങളും ആയിരിക്കണം. ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. കൊച്ചുമക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ജസ്റ്റ് പൊട്ടറ്റോ, പിന്നെ ചീസ്, പിന്നെ കുറച്ച് മിൽക്ക്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പൊടി ഇട്ട് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് പപ്സ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊന്നും അറിയില്ല കേട്ടോ. ഓൾറെഡി ഈ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്തതാണെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടതാണ് കേട്ടോ. സോ പൊട്ടറ്റോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചിക്കനാണ് കേട്ടോ ഉള്ളത്. ചിക്കൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു കുക്ക് ചെയ്തൊരു സംഭവമാണ്. നാട്ടിലെ ഫുഡാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കി തന്നെ ഫുഡാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഏതൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഫുഡ് കഴിച്ചാലും നമുക്ക് നാട്ടിലെ ഫുഡ് തന്നെയാണ് പിടിക്കത്തുള്ളൂ. എനിക്കത് കഴിച്ചാലാണ് ഒരു തൃപ്തി ആയിരുന്നുള്ളൂ. ഇതൊക്കെ ഇവിടെ നിർത്തിയിട്ട് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പപ്സ് ഉണ്ടാക്കുമ്പോൾ ഇത് കറക്റ്റ് ആവും. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നതിന് ശേഷം ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്യാൻ നിന്നില്ല. പക്ഷേ ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ ഷീറ്റ് മേടിച്ചിട്ടായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ അത് ശരിയായി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ മൈദ മേടിച്ചിട്ടാണ് മൈദയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഞാൻ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ കഴിക്കുന്നതിൽ ഇഷ്ടം ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് അവരുടെ ഒരു അഭിപ്രായം കേൾക്കാനാണ്. ചിലപ്പോൾ കൊള്ളില്ലായിരിക്കാം, ചിലപ്പോൾ നല്ലതായിരിക്കാം. എങ്കിലും യൂട്യൂബിൽ പപ്സ് ഉണ്ടാക്കുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇന്നിവിടെ എഗ് പപ്സാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതൊക്കെ നോക്കി കറക്റ്റായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് നല്ലൊരു പപ്സ് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ കയ്യിൽ നിന്ന് റെസിപ്പി ഒന്നും നോക്കണ്ട, യൂട്യൂബിൽ ഹൗ ടു മേക്ക് പപ്സ് എന്നടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇവിടെ നമുക്ക് മൈദയിൽ നമുക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന മൈദ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ഒരു മൈദയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പൊന്തിയും വരും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാര്യം ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനുള്ള തിരക്കായിരുന്നു. എനിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിച്ചെടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് വേറെ ഏതെങ്കിലും ചാനൽ പോയി നോക്കുമായിരിക്കും ബെറ്റർ. പിന്നെ ഒരു വ്ലോഗൊക്കെ പോലെ കാണാൻ ഇഷ്ടമുള്ളവർ ഇതങ്ങോട്ട് കണ്ടിരുന്നോളൂ കേട്ടോ. ഒരു ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലോട്ട് കറക്റ്റ് ആ ഒരു പരുവത്തിലൊക്കെ കിട്ടുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇത് ശരിയാവോ. പിന്നെയുള്ള ടെൻഷൻ ഇത് ടേസ്റ്റ് ഉണ്ടാവോ എന്നോർത്തിട്ടായിരിക്കും. ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇത് മുഴുവൻ വേസ്റ്റായി പോവോ എന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ നല്ല ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഞാൻ വിചാരിച്ചാലും ബെറ്റർ ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളം ഒരു പപ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. നാരങ്ങ വെള്ളം പപ്സും അതൊരു ബെസ്റ്റ് കോംബോ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിലാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലോട്ട് വരിക. പപ്സ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഗ്രേവി ഉണ്ടാക്കണ കറക്റ്റ് ആയില്ലെങ്കിൽ പപ്സിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. 6 പപ്സൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് സവാള നോക്കിയത്. സവാള നോക്കിയപ്പോൾ ഒരു സവാളയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് വെച്ച് അങ്ങ് ഓണം പോലെ എന്നാണല്ലോ ചൊല്ല്. പിന്നെ ഉള്ള സവാളയൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചങ്ങോട്ട് ഉണ്ടാക്കി. 4 എണ്ണമാണെന്ന് തോന്നുന്നു കേട്ടോ അവസാനം നമ്മൾ പപ്സിൽ ഒതുക്കിയത്. അങ്ങനെ നമ്മൾ മാവൊക്കെ കുഴിച്ച് വെച്ചിട്ട് ബാക്കി ഇനി ഗ്രേവിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത്. ഈ ഒരു ഒറ്റ സവാളയിലാണ് നമ്മൾ 4 പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പപ്സിനകത്ത് ഈ ഒരു സവാളയുടെ ആ ഒരു ഗ്രേവി കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ടേസ്റ്റ് ഇതുണ്ടായിരുന്നെങ്കിലും പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റൊക്കെ ആയിരുന്നേ. പുറത്തൊക്കെ പോയി ഒരു വ്ളോഗൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അതിനുള്ള സമയവും സാഹചര്യമൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ഗ്രേവിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം ഈ ഒരു ഷീറ്റ് പോലെ ആക്കണമല്ലോ. അതിനൊരു ഷേപ്പ് വന്നാലാണ് പപ്സിൻ്റെ രൂപത്തിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ.
ഇനി നമുക്ക് അതിനുള്ളത് അത്ര പാടായിരുന്നേ. എന്തായാലും ഗ്രേവിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഈ ഒരു സംഭവം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കറക്റ്റായിട്ട് ഞാനത് പരത്തിയെടുക്കാൻ നോക്കിയെങ്കിലും വീണ്ടും വീണ്ടും അത് ചുരുണ്ടി വരുമായിരുന്നു. പിന്നെ ലെയേർഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചുമൊക്കെ ഞാൻ പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് പിന്നെ മുട്ട പുഴുങ്ങിയതോടെ ഒന്ന് പൊട്ടിച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ പപ്സ് ഇവിടെ റെഡിയായി. പിന്നെ ഒരു 10-25 മിനിറ്റോളം നമ്മൾ ഓവനിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. കാണുമ്പോൾ ഇതൊരു പെട്ടെന്ന് തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും പക്ഷേ ഇത് പെട്ടെന്നൊന്നുമല്ല തീർന്നത്. കുറേ സമയം എടുത്തിട്ട് കുറേ നേരത്തെ കഷ്ടപ്പാടും കൊണ്ടാണ് തീർന്നത്. പക്ഷേ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്സ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു ടേസ്റ്റും ഏകദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് തയ്ക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതെന്തായാലും ഞാൻ മുതലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊരു നെറ്റിൻ്റെ ഒരു തുണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തുണിയായിരുന്നു കേട്ടോ, നല്ല റേറ്റ് കൂടിയ ഒരു തുണിയാണ്. പക്ഷേ ഇത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ച് ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ബേസ് ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതാണ്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും മാൾട്ടയിലുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ തരാമെന്ന്. ഒരു കുട്ടീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആളിതുവരെ എത്തിയിട്ടില്ല. എന്തായാലും ഈ ഒരു കുട്ടിയോടൊപ്പം തയ്ച്ചപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ നാട്ടിലെ കാര്യം മിസ് ചെയ്തു കേട്ടോ. ഒരു ഓൺലൈൻ ബോട്ടിക്കായിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഓടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ അത് ഞാൻ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ്, ഈ ഒരു തയ്ക്കാൻ കിട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും മിസ് ചെയ്തത്. കുഞ്ഞുടുപ്പിൻ്റെ സൈസൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നൊക്കെയാണ് കേട്ടോ. തയ്ക്കുക, കുക്ക് ചെയ്യുക, സെർവ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വ്ളോഗ് ചെയ്യുക, വീഡിയോസ് എടുക്കുക, കുറച്ച് ഹാപ്പി ആയിട്ട് എടുക്കുക, ട്രാവൽ ചെയ്യുക. ഇതൊക്കെ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഒരു അവസരം കിട്ടിയാൽ ഒരിക്കലും ഞാനത് മിസ്സാക്കാൻ പോകുന്നില്ല കേട്ടോ. പിന്നെയും ഞാനൊന്ന് മിസ്സാക്കി കളഞ്ഞത് എൻ്റെ വ്ളോഗിങ് മാത്രമായിരുന്നു. പിന്നെ ഈ മെഷീൻ എവിടെ നിന്നാണെന്ന് ചോദിക്കരുത്, എൻ്റെ മെഷീനല്ല, ഞാനിത് വർക്ക് ചെയ്യുന്നിടത്തുള്ള മെഷീനാണ്. 1/2 മീറ്റർ പോലും തികച്ചെടുക്കാൻ ആ ഒരു തുണി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 3 മാസം തൊട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പാകത്തിനുള്ള പ്രായത്തിനുള്ള സൈസിലാണ് ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എനിക്കിങ്ങനെ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ബിസി അല്ലാതെ വെറുതെ ഇരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇത് എവിടെ വെക്കും, ഇത് അങ്ങനെ വെക്കണോ, ഇതിങ്ങനെ വെക്കണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയായി നമ്മൾ തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്നറിയോ? ക്ഷമയില്ലെങ്കിൽ നമുക്കിതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിയത് നൂലിടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവാന്നുള്ളതും നൂല് തീർന്നു പോവുക എന്നുള്ള കാര്യമായിരുന്നു കേട്ടോ. കാര്യം ശരിയാണ്, നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റത്തുള്ളൂ. നാട്ടിലെ പോലെ വലിയ ബോബിൻ കേസൊന്നും ഇതിനകത്തില്ല കേട്ടോ, ചെറുതാണ് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ നൂല് പൊട്ടിപ്പോവുക, പെട്ടെന്ന് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിലും 2 ദിവസം എടുത്തിട്ടെങ്ങാണ്ടാണ് കേട്ടോ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. കാരണം എനിക്ക് സമയം കിട്ടണ അനുസരിച്ച് ഇച്ചിരി തയ്ച്ച് കൊണ്ടുവരുമായിരുന്നു. കുറച്ച് നാൾ മുമ്പേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് എപ്പോഴാണ് എന്താണെന്നൊന്നും എനിക്ക് നല്ല ഓർമ്മയൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഈ ഉടുപ്പിൻ്റെ കുട്ടി ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടത് റീലിട്ട സമയത്തൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ അല്ല, ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. ഉടുപ്പൊക്കെ തയ്ച്ച് കഴിയാറാകുമ്പോഴേക്കും ഇതെങ്ങനെയായിരിക്കും എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര അയ്യോ ഇത് നല്ലതായിരിക്കുമോ, നല്ല ക്യൂട്ടായിരിക്കുമോ, ഇതൊക്കെയായിരിക്കും എൻ്റെ മനസ്സിലേക്കോട് ഓടിക്കൊണ്ടിരിക്കുക. എന്തായാലും നമ്മളിത് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് ആരാന്ന് നമുക്ക് അറിയത്തില്ല, ആർക്കോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത്. അങ്ങനെ ഫൈനലായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആ ഒരു ഔട്ട്പുട്ടിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലായിരിക്കുമേ. എന്തായാലും ഒരു 6-7 മാസമായിരുന്നു ഞാനിങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ കുട്ടി ഉടുപ്പ്. ഏകദേശം ഒരു 1 ഇയർ 1.5 ഇയേഴ്സ് ഉള്ള ബേബി ഗേൾസിന് ഇത് നന്നായിട്ട് ചേരും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. പിന്നെ ഇൻപെർഫെക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എങ്കിലും നല്ലതായിരുന്നേ. നമ്മളൊരു ഓൺലൈൻ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ പിന്നീട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ മൊഡാൽ സിൽക്കിൽ വരുന്ന സാരീസാണ്. 999 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഞാൻ താഴത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. പല കളേഴ്സും പല ഷെയ്ഡ്സും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൂ കളറുണ്ട്, ഇതൊക്കെ നല്ല രസമുള്ള കളറായിരുന്നേ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പ്രിൻസ് ആണെന്നുണ്ടെങ്കിലും സെമി മൊഡാൽ സിൽക്കിൽ വരുന്ന സാരിയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. എനിക്കിതിനകത്ത് എല്ലാത്തിൻ്റെ ഓരോന്ന് എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്തായാലും അത് നടക്കത്തില്ല. നമ്മൾ കുറച്ച് പീസസ് ആണ് എല്ലാത്തിൽ നിന്നും എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ബ്ലാക്കിന് നല്ല എൻക്വയറി ചെയ്തുകൊണ്ട് ബ്ലാക്ക് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുത്തേക്കാം. വാട്സപ്പ് നമ്പറിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും DTDC വഴിയാണ് അയക്കുന്നത്. 5 തൊട്ട് 7 ദിവസം വരെയാണ് നമ്മുടെ ഷിപ്പിംഗ് ഡെലിവറി ടൈം വരുന്നത്. എങ്കിലും കുറച്ചൊക്കെ ഡിലേ ഒക്കെ ചില സാഹചര്യങ്ങളിൽ വരാറുണ്ട് കേട്ടോ. നമ്മൾ അയക്കുന്നതല്ല, പക്ഷേ DTDC എന്നുള്ള ഡിലേ കാരണം വരുന്നതാണ്. എങ്കിലും ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും കിട്ടാറുണ്ട്. ഈ ഒരു കളറൊക്കെ നല്ല രസമുള്ള കളറാണ്. ഇത് ഫോട്ടോയിലും നേരിട്ട് കാണാനും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കളറിൽ. പക്ഷേ ഇതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. റെഡും ബ്ലാക്കും ഒക്കെ വരുന്നത് ഇതൊക്കെ കറക്റ്റാണ്. ഇതൊക്കെ നല്ല രസം
രസമുള്ള കളേഴ്സ്. മൊഡാൽ സിൽക്കിൽ അല്ല, സെമി മൊഡാൽ സിൽക്കിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം. സെമിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്, ബ്ലാക്ക്. ഇതെന്തായാലും ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. സെമി മൊഡാൽ സിൽക്കിൽ തന്നെ നല്ല അജ്രക് പ്രിൻറ്റോട് കൂടിയിട്ട് നല്ല കിട്ടിലൻ സാധനമാണ്. ഓൾറെഡി കഴിഞ്ഞ തവണ ഇറക്കിയപ്പോഴും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയതും, അതുപോലെ തന്നെ ഇത്തവണ ഇറക്കിയപ്പോഴും ഞാനൊരു വീഡിയോ ഇടാതെ തന്നെ ചോദിച്ച് എൻക്വയറി വന്ന് സോൾഡ് ഔട്ട് ആയതും ഈ സംഭവമായിരുന്നു. സാരീസൊക്കെ ഇറക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് കോട്ടൺ സാരി ഉണ്ടോയെന്നാണ്. ഒരു മൾമൾ സോഫ്റ്റ് കോട്ടൺ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇത്. ഭയങ്കര സിമ്പിളാണ്. 499 റേറ്റ് വരുന്നുള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെ താഴത്ത് കുഞ്ചലൊക്കെ വരുന്ന രീതിയിൽ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ കുറച്ച് കളർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഇത് സിംഗിൾ ഷെയ്ഡാണ്, വിത്ത് ബ്ലൗസാണ് എല്ലാം തന്നെ വരുന്നത്. ഇതിൻ്റെ ലൈൻസ് ഒക്കെ വരുന്നതാണ്. ഇതും 499 തന്നെയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് കളർ വെറൈറ്റീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എങ്കിലും എന്താ പറയുക, നല്ല രസമുള്ള കളേഴ്സാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. പിന്നെ കളർ കോമ്പിനേഷനിൽ ഗ്രീനും മെറൂണോടും വരുന്നത്, ഇത് നല്ല കോമ്പിനേഷനാണ്, നല്ല കളറാണ്. അതുപോലെ തന്നെ ആ ഒരു സിൽക്ക് കോട്ടൺ പോലെ ഇരിക്കുന്നതായതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള കോട്ടനാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാരിയും കൂടി. ജസ്റ്റ് നമ്മൾ 499 ആണ് ഈ ഒരു സാരി കൊടുക്കുന്നത്. സാരീസിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ എൻ്റെ മമ്മിക്ക് അങ്ങനെ കരിയായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് പിടിച്ച് നിന്ന് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു കോമ്പിനേഷനും നല്ല കോമ്പിനേഷനാണ്. ഇതിൽ ഏതാണ് സാരി നിങ്ങൾക്ക് വേണ്ടേ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. ഈ ഒരു വൈറ്റ് സാരിക്ക് കോമ്പിനേഷനായിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ടുള്ള ബ്ലൗസ് കൊടുത്താൽ നല്ല കിട്ടിലൻ സാരിയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച സാരി തന്നെയാണ്. അതിൻ്റെ മൾമൾ കോട്ടൺ പോലെ വരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടനാണ്. അപ്പോൾ സാരീസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ താഴത്തെ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യും. സാധാരണ ഒരു ടോപ്പോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു 10 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് എടുക്കുക. ഇതല്ലാത്തതാണെങ്കിൽ 5 to 7 ഡേയ്സിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏത് സാരിയാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണ് കേട്ടോ.